ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്നിവിടെ തമ്പനയിലിൽ കണ്ട പോലെ ക്രഷ്ഡ് മീറ്റ് വെച്ച് ഒരു സിക്സോത്താണ് ഉണ്ടാക്കുന്നത്. സിക്സോത്ത് എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടിലെ കട്ട്ലറ്റ്, അങ്ങനെ അതിനിവിടെ പറയുന്നത് സിക്സോത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതിന് നമുക്ക് കൊറിയാണ്ടർ ലീഫ് വേണം, പാഴ്സ്ലി വേണം, പിന്നെ ഗാർലിക്, ഒണിയൻ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാനുള്ളത്. ഇത്രയും സാധനങ്ങളൊന്ന് ശരിയാക്കി എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് കാണിക്കാം. ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്ത് പറഞ്ഞതുപോലെ അരഞ്ഞു പോകണ്ട, നന്നായിട്ടൊന്ന് സെറ്റാക്കി ഇതേപോലെ എടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മീറ്റ് അതും കൂടെ ആഡ് ചെയ്യണം. ഇതും കൂടെ ആഡ് ചെയ്ത് ഇതിലേക്ക് വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് മസാലാസൊക്കെ ഉണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിതിലേക്ക് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ പെപ്പറാണിത്. ഇവരുടെ എല്ലാ ഫുഡിലും പെപ്പറില്ലാത്ത ഒരു ഫുഡും ഞാൻ നോക്കിയിട്ടില്ല. എല്ലാ ഫുഡിലും പെപ്പർ ആഡ് ചെയ്യും. ഇത് സിക്സോത്തിൽ ആഡ് ചെയ്യുന്നൊരു മസാലയാണ്. ബാരാത്ത് എന്നാണ് അതിന് പറയുക. ഇത് ഞാൻ കൂടുതലും സിക്സോത്തിലാണ് കണ്ടേക്കുന്നത് കേട്ടോ. ഇവിടെ പല സ്ഥലത്തും പല രീതിയിലാണല്ലോ. നമ്മുടെ നാട്ടിലും പലരും ഉണ്ടാക്കുന്ന പല രീതിയിലല്ലേ ഫുഡ്. പേരെല്ലാം ഒന്നാണെങ്കിലും ടേസ്റ്റ് എല്ലാത്തിനും വ്യത്യാസമുള്ള പോലെ ഇവിടെയും ഉണ്ടാക്കുന്നതിന് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനും ഉണ്ടാക്കുന്ന വ്യത്യാസം ഉണ്ടാകും. ചിലപ്പം ഇവിടെ ജോലി ചെയ്യുന്നവർ തന്നെ പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന സിക്സോത്ത് തന്നെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഇവിടെ എണ്ണയിൽ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണയിൽ വറക്കാതെ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പം ഞാനിത് എണ്ണയിൽ വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ചൂടായ എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുക. അത് ഒരുപാട് വറുത്തെടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും എനിക്ക് കുക്ക് ചെയ്യാനുള്ളതായതുകൊണ്ട് ഞാൻ ഓവർ കുക്ക് ചെയ്യുന്നില്ല. ഇതേപോലെ ഞാൻ ബോൾ പോലെയല്ല, ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് ഇതെല്ലാം എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കണം. ഞാനിതെല്ലാം എണ്ണയ്ക്കകത്ത് ഇതിലെല്ലാം കൊള്ളുമെന്നറിയില്ല. മാക്സിമം ഇതിൽ കൊള്ളുന്ന അത്രയും ഞാൻ വറുത്തെടുക്കാൻ നോക്കാം. ഇതേപോലെ നമ്മൾ ഇതെല്ലാം വറുത്തെടുക്കണം. അതിന് ശേഷം ബാക്കിയുള്ളത് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാനന്നേരം ഇതെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഇനി നമുക്ക് അടുത്തത് അതിന് വേണ്ട പൊട്ടറ്റോ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 3 പൊട്ടറ്റോയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കണം. ഈ സിക്സോത്ത് ഉണ്ടാക്കുന്നതിൽ പൊട്ടറ്റോ മാത്രമല്ല കേട്ടോ, ടൊമാറ്റോയും ബ്രിഞ്ചാളും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം വേറെ ഒരെണ്ണത്തിൽ. അപ്പം നമ്മുടെ സിക്സോത്ത് എന്തായെന്ന് അറിയണ്ടേ? അത് ഏകദേശം കുക്കായിട്ടുണ്ട്. ഈ ഒരു വേവിൽ നമ്മൾ എടുക്കുകയാണ്, കാരണം ഒന്നുകൂടി കുക്ക് ചെയ്യാനുള്ളതുകൊണ്ട്. ഇത് നമ്മൾ ശരിക്കും പൊട്ടറ്റോ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് സെറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ നടുക്ക് വെച്ച് എല്ലാം സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇതേപോലെ ഇനി നമുക്ക് ഇതിന് വേണ്ട മസാല, അടുത്ത് കുക്ക് ചെയ്യാനുള്ള മസാല എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിതിലെല്ലാം ആഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ടൊമാറ്റോ ക്രഷ് ചെയ്തതുണ്ട്, ടൊമാറ്റോ പേസ്റ്റുണ്ട്, കെച്ചപ്പല്ല, പിന്നെ ഇവർക്കിടെ സൂപ്പ് പൗഡറുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ വേറെന്താ, അങ്ങനെ പെപ്പർ പൗഡർ, ബാരാത്ത്, അതെല്ലാം ചേർത്ത് അതിൻ്റെ അകത്താക്കി നമ്മൾ കുക്ക് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടില്ല, കാരണം ഇതിൽ ആഡ് ചെയ്തതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.